അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. ഇന്നലെയും മിനിങ്ങാന്നും ഒന്നും ഇല്ലാതിരുന്ന ഒരു നരേഷൻ വളരെ പെട്ടെന്ന് ഇന്ന് പല കോണുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരിക. ഞാൻ ദേശീയ ചാനലുകളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി ഇങ്ങോട്ട് ഈ ചർച്ചയ്ക്ക്, ജനം ടി വിയിലെ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ്. വളരെ പെട്ടെന്ന് ഇന്ന് ഇത് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അരവിന്ദ് കേജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ ആദ്യമേ അഴിമതിക്കാരനെ ചിത്രീകരിക്കുന്നതിൽ മുൻപിൽ നിന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു നരേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നരേഷൻ ഇപ്പോൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത്? അതിന് കാരണം എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് ദേശീയ രാഷ്ട്രീയത്തില് വലിയ ചലനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു കുറച്ചുകൂടി ഒരു ശക്തി, ഒരു കെട്ടുറപ്പ്, ഒന്നുകൂടി പോരാടുവാൻ 2024 തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തമായി പോരാടുവാനുള്ള ഒരു ഇന്ധനം അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യമായി തന്നെ ചോദിക്കട്ടെ, ഇന്ന് ഈ മുഴുവൻ കുന്തമനിയും കോൺഗ്രസിന് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് വളരെ കൃത്യമായിട്ട് എന്താ, ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക, കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും വീണ്ടും തമ്മിൽ തെളിക്കുക, ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കുക, പരസ്പരം അഭിപ്രായ അനൈക്യം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ അജണ്ടയിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ ഇന്നലെ ഇ.ഡി. വിചാരണ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്, അതിനകത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ആണ്. ഞാൻ വളരെ കൃത്യമായി തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പ്രവീൺ കുമാർ റായ്, അദ്ദേഹം ഡയറക്ടർ ഓഫ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. 2, വിനയ് കുമാർ സക്സേന, ഡൽഹിയുടെ അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ. ഈ 2 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കേജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് എന്ന് ഇന്നലെ ഇ.ഡി. നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരിടത്തും കോൺഗ്രസ് ഇതിനകത്ത് പരാമർശം നടത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പ്രാദേശികമായി ഡൽഹിയിലെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ അന്ന് അരവിന്ദ് കേജ്രിവാളിനെതിരെ ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത്, വളരെ ആസൂത്രിതമായി ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത്, അല്ല പ്രൊഫസർ റോണി, ഞാനൊന്ന് താങ്കളെ തിരുത്താൻ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഇ.ഡിക്ക് പരാതി നൽകിയിട്ടുണ്ടാവില്ല, പക്ഷേ 3/6/2022 ജൂൺ 3 ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ബിനാമി കമ്പനികളുടെ പേര് ഉൾപ്പെടെ എടുത്തു പറഞ്ഞായിരുന്നു കോൺഗ്രസ് അന്ന് പരാതി നൽകിയത്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അനിൽകുമാർ ആണെന്ന് പരാതി നൽകിയത്. ഒരേ മാനേജ്മെൻറ്റിൻ്റെ 2 സ്ഥാപനങ്ങൾക്ക് 2-ൽ കൂടുതൽ സോണുകൾ മദ്യവിതരണത്തിന് നൽകാനാവില്ലെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണ ചട്ടം. ഒയാസിസ് ഡിസ്റ്റിലറി, നോവ ഗാർമെൻറ്റ്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നയവ്യതിയാനം വഴി നേട്ടമുണ്ടാക്കാനായി സമാനമായ നിരവധി ബിനാമി ഇടപാടുകൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന അരവിന്ദ് കേജ്രിവാളും അതുപോലെ ശിരോമണി അകാലിദൾ MLA ദീപ് മൽഹോത്രയും ചേർന്നാണ് അഴിമതി നടത്തിയത് എന്നാണ്. 2022 ജൂൺ 3 അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ആ പരാതി ഇംഗ്ലീഷിൽ കൊടുത്ത ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അനിൽകുമാർ പ്രസിഡന്റ്, അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഞാൻ വായിക്കാം. അതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇ.ഡിക്ക് പരാതി നൽകിയിട്ടില്ല, പക്ഷേ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് കോൺഗ്രസ് ആണ്. അനിൽകുമാർ അല്ല, അനിൽ ചൗധരി, അദ്ദേഹം അന്ന് PCC പ്രസിഡന്റാണ്. അദ്ദേഹം നൽകിയ പരാതി ഞാനും വായിച്ചിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. അതിന്റെ അകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സ്കാം എന്നോ അഴിമതി എന്നോ അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയുടെ പുതിയ അനിൽകുമാർ തന്നെയാണ് കേട്ടോ, അനിൽകുമാർ. ഓക്കെ, ശരി, അനിൽകുമാർ ചൗധരി. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മദ്യനയം കാർട്ടലുകളുടെ രൂപീകരണത്തിന് അവിടെ സഹായകരമാകും. കാർട്ടൽ എന്ന് പറഞ്ഞാൽ കുത്തകകൾ. അപ്പം അവിടെ മദ്യമേഖലയിൽ കുത്തകകൾ പിടിമുറുക്കുവാൻ വേണ്ടി ഈ മദ്യനയം കാരണമാകും. അതുകൊണ്ട് ആ മദ്യനയം തിരുത്തണം, അതിനാവശ്യമായ നടപടി, അതിൽ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അത് നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കോൺഗ്രസ് പരാതി നൽകിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ പ്രാദേശികമാണ് ഇതിന്റെ അകത്ത്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നേതാവ് പോലും അരവിന്ദ് കേജ്രിവാളിനെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഈ പരാതിയൊക്കെ നൽകുന്ന സമയത്ത് എന്നാണ് ഈ വേട്ടകൾ പൂർവാധികം ശക്തമായി ഈ ഇ.ഡി. കഴിഞ്ഞ 2 വർഷം, കഴിഞ്ഞ ഒരു 1.5 വർഷമാണ് ഇ.ഡി. അതിന്റെ മുഴുവൻ രൗദ്രഭാവത്തിലും, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, രൗദ്രഭാവത്തിലും ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വേട്ട. അന്ന് അതിന് ഞങ്ങൾ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ, ഡൽഹി തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയത് അരവിന്ദ് കേജ്രിവാളുമായി. പഞ്ചാബിൽ ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയത്. അപ്പോൾ പ്രാദേശിക തലത്തിൽ പഞ്ചാബ് പോലെ അല്ലെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രാദേശികമായി ഈ ആം ആദ്മി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അരവിന്ദ് കേജ്രിവാൾ ഒരു നിലപാട്
കാരണം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഈ രാജ്യത്ത് നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളിനെ വേട്ടയാടാൻ തുടങ്ങിയത്? ഡൽഹിയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കേജ്രിവാൾ വലിയ പോരാട്ടം നടത്തി. അരവിന്ദ് കേജ്രിവാളിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ തന്നെ വിധി ഉണ്ടായി. അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ആ സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളിനൊപ്പം തന്നെ ഈ പാർലമെന്റിൽ കൊണ്ടുവന്ന ഓർഡിനൻസ് അത് നിയമമാക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിന് അതിശക്തമായി ഞങ്ങൾ കേജ്രിവാളിനൊപ്പം നിന്ന് എതിർത്ത ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ പൊതുവായ വിഷയങ്ങളിൽ, പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിന് ഒരിക്കലും പിന്നെ ഇന്ന് ഈ പറയുന്നത് പോലെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് കേജ്രിവാളിനെ വേട്ടയാടിയത്, കോൺഗ്രസ് വേട്ടയാടിയതിന്റെ 1000 മടങ്ങ് BJP കേജ്രിവാളിനെ വേട്ടയാടിയിട്ടുണ്ട്.